ചേച്ചി എന്തിനാണ് ഇന്നലെ ചെറുപറ വിളിക്കണ്ടായിരുന്നല്ലോ? ഇന്ന് ഒരു കാര്യത്തിന് വിളിച്ചാ നീ ഫോൺ എടുക്കത്തില്ലല്ലോ. എന്തിനാണ് കിടന്ന് വിളിച്ചത്? എടി ഇന്നലെ ഇവിടെ ഒരാള് വന്ന്, അതാണ് നിന്നെ ഞാൻ വേഗം വിളിച്ചത്. ആര് വന്ന്? എടി കുസൃതി ബാബു എന്നും പറഞ്ഞോണ്ട് ഒരാള് ഈ ചാനലിലൊക്കെ കുസൃതി ചോദ്യവും പരിപാടിയൊക്കെ. കുസൃതി ബാബു ഏത് ചാനലില്? നീ കണ്ടു കാണും ചാനലിലൊക്കെ. എനിക്കറിയാൻ പാടില്ലായിരുന്നു. കണ്ടറിയായിരിക്കും. എന്താണ് കാര്യം എന്താണ്? എടി നമ്മളോട് കുറെ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. എന്ത് ചോദ്യം? ഉത്തരം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ, നമ്മൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 50 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ ഇന്നലെ കുറെ ചോദ്യം ചോദിച്ചു. 300 രൂപയുടെ ഉത്തരം ഞാൻ പറഞ്ഞു, എനിക്ക് 300 രൂപ കിട്ടി. പുള്ളി പക്ഷെ 200 രൂപയുടെ ഉത്തരം പോയി. എന്ത് ചോദ്യമാണ് ഇയാൾ എന്ത് ചോദ്യം ചോദിക്കണം? ഇന്നലെ എന്നോട് ചോദിച്ച് ഞെട്ടില്ല വട്ടയില്ല. അത് ചേച്ചി എന്ത് പറഞ്ഞു? അത് ആർക്കാണ് പൊട്ടി അറിയാൻ മേലാത്തത്? പപ്പടം. ശരിയാണല്ലേ. പിന്നെ രണ്ടാമതൊരെണ്ണം ചോദിച്ചു, അതും പറഞ്ഞു. മൂന്നാമത് ചോദിച്ചു, അതും പറഞ്ഞു. നാലാമത്തെ എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്തായിരുന്നു ചോദിച്ചത്? നാലാമത്തത് നെറ്റില്ലേ വട്ടാകുമെന്ന്. എന്താണ്? ഇവിടെ ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലടി പെണ്ണ്. എന്താണ്? എടി മൊബൈലായിരുന്നടി. ഓ ശരിയാണല്ലേ, നെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് വട്ടായി പോവില്ലേ? പിന്നെ വട്ടാകൂല്ലേ? അത് കൊള്ളാം. ഇതൊക്കെ പൊട്ടച്ചേട്ടനാണ് പോയേച്ചി. ചേട്ടനെ ഇനി നീ ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതിരിക്കരുതെന്ന് പറഞ്ഞിട്ട് കുസൃതി ചോദ്യത്തിന്റെ പുസ്തകം മേടിക്കാൻ പോയി. രണ്ടുപേരും കൊള്ളാട്ടാ. പിന്നെ ഞങ്ങള് പൊരിക്കും മോളെ. അല്ല ഇയാൾക്ക് ഇത് കൊണ്ട് എന്ത് പ്രയോജനം എനിക്ക് മനസ്സിലാവാത്തത്. ശരി, ജസ്റ്റ് ടൈം പാസ്. അയാൾക്കും ടൈം പാസ്, നമ്മക്കും ടൈം പാസ്. ഇന്നാളെ ആ ശാന്ത ചേച്ചിയുടെ വീട്ടില് ഇതുപോലെ ഒരു സംഭവം വന്നാ അറിയാലോ, നാണക്കേടായി പോയി. ഒന്ന് പോയേടി അവിടുന്ന്. നിന്നൊക്കെ പറഞ്ഞ എന്നെ വേണം. അല്ല എന്നാലും ചേച്ചി ഇതിന് ഇയാൾക്ക് എവിടുന്ന് ഈ കാശൊക്കെ? കല്യാണം കഴിച്ച് കാണുകയല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇനി മാത്രം കാശിട്ട് കൈകാര്യം ചെയ്യുമോ? എന്തായാലും കൊള്ളേടി. രാവിലെ ഹായ് വിട്ട് ചേട്ടനുണ്ടാന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് ചേട്ടനില്ലാത്തപ്പോ ഒരു ഹായ് വിട്ടേക്കാൻ പറയും. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഹായ് വിട്ട് ദേ 2 ഹായ് ഇങ്ങോട്ട്. മൂന്നാമത്തെ ഹായ് ഞാൻ അങ്ങോട്ട് അയച്ചില്ല. അതിനു മുമ്പ് അതേ ഹായ് എന്ന് പറഞ്ഞ മുറ്റത്ത്. അല്ല അപ്പൊ നിങ്ങളെ നമ്പറും കൊടുത്താ? നമ്പർ കൊടുക്കണേന് എന്തിനാ പേടിക്കണത്? ഇന്നേക്കാലത്ത് ഈ മൊബൈലിലാണ് എന്റെ ചേച്ചി ഇതൊക്കെ സംഭവിക്കണേ. എടി പൊട്ടി, മൊബൈലിൽ കൂടി എന്ത് സംഭവിക്കാനാണ്? 2000 രൂപ ചോദിച്ച് വന്ന് ചില്ലറക്കി. എന്റെ ഇരിക്കണം, എന്റെ 1300 രൂപ. ആ ഉള്ളത് മതി ചേച്ചി എന്നും പറഞ്ഞിട്ട് ആ 2000ന്റെ നോട്ട് എന്താന്ന് വെച്ചാൽ 1300 കൊണ്ട് പോയി. അപ്പൊ ഇങ്ങോട്ട് കാശ് 700 രൂപ കൊടുക്കാൻ എന്റെ ഇരിക്കണം. അപ്പൊ ഞാൻ അയ്യോ 700 ഇല്ലല്ലാന്ന് ചോദിച്ചപ്പോ പറയാം അത് ഇരുന്നോട്ടെ. അപ്പോഴും രൂപ 700 എനിക്ക് ലാഭം. ചുമ്മാതല്ല ഇപ്പൊ സാരിയിലൊക്കെ ആയതല്ലേ. ഓടി അവിടുന്ന്. അല്ല പിന്നെ ചേച്ചിയുടെ കുസൃതി ഇനി എപ്പഴാ വന്നെ? ആണുങ്ങളില്ലാത്തപ്പോ വരാന്നാ പറഞ്ഞത്. ആണുങ്ങളില്ലാത്തപ്പോ വരാന്നാ? എന്റെ പൊന്നു ചേച്ചി, ഇത് എന്നതീ പറയണത്? വല്ല ചീത്തപ്പേരും കേൾപ്പിച്ചേക്കരുതിട്ട് എങ്ങനെയൊക്കെ അറിഞ്ഞിട്ട്. അല്ലേ ചേച്ചി, ഇയാൾ ഈ ചാനലിൽ നിന്നാന്നല്ലേ പറഞ്ഞേ? ഇയാൾക്കിടയിൽ ക്യാമറ ഉണ്ടായിരുന്നോ? ക്യാമറ കയ്യിലൊന്നും കണ്ടില്ല. വല്ല ഉടുപ്പില വല്ല കാണുമായിരിക്കും, വല്ല ബട്ടൺസ് പോലെയൊക്കെ. ഉടുപ്പിലോ? എന്റെ പൊന്നു വല്ല യൂട്യൂബിലൊക്കെ വരൂട്ടാ. ഇതാണ് ഈ പറഞ്ഞു പോണത്. ഞാൻ ഈ നടപ്പടിയിലിരുന്നാണ് വേണേ. നടപ്പടിയിലൊക്കെ ആദ്യം ഇരുന്നിട്ടാ പിന്നെ അകത്തേക്കൊക്കെ ആവണത്. അമ്മച്ചാണ്. ഞാൻ വീടിനകത്തോട്ടൊന്നും കേട്ടില്ല, മുറ്റത്താണ്.